ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ചോദ്യം വരിക വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനായിരിക്കും. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? സോ നോർമലി നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് വെർനിയർ കാലിപ്പർ. ഇനി നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കടക്കുന്ന സമയത്ത് ലാബിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടാവും. അതായത് വെർനിയർ കാലിപ്പറിൽ കിടക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ സ്കെയിൽ എന്താ, നമ്മുടെ കൈമിൽ സാധാ ഉണ്ടാവുന്ന മീറ്റർ സ്കെയിലിൽ ഇങ്ങനെ റീഡിങ്സ് ഉണ്ടാവില്ലേ? സാധാ ഉണ്ടാവുന്ന നമ്മുടെ കൈമിൽ ഉണ്ടാവുന്ന മീറ്റർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീഡിങ്സ് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഇത് 0, ഇവിടെ 1 2 3 4 5 6 7 8 9 10. അതായത് ഇങ്ങനത്തെ ഡിവിഷൻസ് ആയിട്ട് ഇവിടെ 1 എന്ന് എഴുതും, 1 2 3 4 5 6 7 8 9 10. ഇവിടെ 2 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുക. എന്നാൽ ഈ വെർനിയർ കാലിപ്പർ സ്കെയിൽ ഉപയോഗിക്കുക കുറച്ചും കൂടി ചെറിയ, അതായത് നമുക്ക് മീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റാത്ത കുറച്ചും കൂടി ചെറിയ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുന്നത്. സോ അതിൽ നമ്മൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് 2 സ്കെയിലുകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കെയിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ കാണുന്ന സ്കെയിൽ. ഇത് ഇസ് കോൾഡ് മെയിൻ സ്കെയിൽ. മെയിനായിട്ട് കാണുന്നതുകൊണ്ടുള്ള സ്കെയിൽ എന്നല്ല, അതിനാണ് നമ്മൾ മെയിൻ സ്കെയിൽ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ റീഡിങ്സ് കാണുന്നുണ്ടോ? ദിസ് ഇസ് ദ റീഡിങ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന റീഡിങ്സിനെ അല്ലെങ്കിൽ ഈ സ്കെയിലിനെ വിളിക്കുന്നവരാണ് വെർനിയർ സ്കെയിൽ. 2 സ്കെയിലുകൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഏതൊക്കെയാ? ഒന്ന് മെയിൻ സ്കെയിലും ഒന്ന് വെർനിയർ സ്കെയിലും. അത് ഒന്നുകൂടി ഇങ്ങനെ കാണിക്കാം. ഇതാണ് മുകളിൽ കാണുന്ന റീഡിംഗ് ആണ് മെയിൻ സ്കെയിൽ. ഈ താഴത്തുണ്ടാവുന്ന ഈ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കുക. അപ്പോൾ ഇത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിൽ 2 സ്കെയിലുണ്ട്, ഒന്ന് മെയിൻ സ്കെയിലുണ്ട്, ഒന്ന് വെർനിയർ സ്കെയിലുണ്ട്. ഈ 2 സ്കെയിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് എന്താണ്? ഈ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന വെർനിയർ, നമ്മുടെ സാധാ മീറ്റർ സ്കെയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് എന്താ? ഈ 2 ലൈനുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ് അല്ലേ? ഇതെല്ലാത്തിലും ഈക്വൽ ആവണം. ഞാനിപ്പോൾ വരച്ചപ്പോൾ ഉണ്ടാകുന്ന പോരായ്മ ഒഴിവാക്കുക. ഈ എല്ലാ ലൈനുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ദൂരം സെയിം ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുക. ഒരു ഇൻസ്ട്രുമെൻറ്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ്, അതാണ് ലീസ്റ്റ് കൗണ്ട്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ 2 ടേമുകൾ ഓർക്കണം. ഏതാ? ഒന്ന് മെയിൻ സ്കെയിലും ഒന്ന് വെർനിയർ സ്കെയിലും. മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷനും. MSD VSD. MSD VSD. വാട്ട് ഈസ് MSD? മെയിൻ സ്കെയിലിലെ 2 ലൈനുകൾ തമ്മിലുണ്ടാവുന്ന 2 ഡിവിഷൻസുകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് മാർക്സ് ഓൺ ദ മെയിൻ സ്കെയിൽ. 2 മാർക്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരത്തിന് വിളിക്കുന്നവരാണ് എന്ത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ, 1 MSD. അതേപോലെ തന്നെ വെർനിയർ സ്കെയിലിലെ 2 സക്സസീവ് മാർക്കുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് വിളിക്കുന്നവരാണ് എന്ത്? 1 VSD. സോ MSD എന്താണ്? ഒരു മെയിൻ സ്കെയിലിലെ 2 ലൈനുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരമാണ്. എന്താണ് വെർനിയർ സ്കെയിൽ ഡിവിഷനിലെ VSD? വെർനിയർ സ്കെയിലിലെ 2 ലൈനുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദൂരമാണ് VSD. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് ആണ്. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ദ ഇക്വേഷൻ ഓഫ് ലീസ്റ്റ് കൗണ്ട് ഈസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു വെർനിയർ കാലിപ്പറിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD minus 1 VSD. ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD minus 1 VSD. എവരിവൺ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ലീസ്റ്റ് കൗണ്ട് is equal to വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ഇത് നിങ്ങളെ മനസ്സിൽ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇവിടെ നോക്കണേ, ഈ ഫിഗർ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഇതൊരു സാധാ ഒരു ഫിഗറാണ്. ഇവിടെ മെയിൻ സ്കെയിൽ ഒരു MSDയുടെ വാല്യൂ 1 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്രയാ? 1 മില്ലിമീറ്റർ. അതുമാത്രമല്ല ഇവിടെ ഒരു ഡാറ്റയും കൂടി തരും. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ ഒരു ഡാറ്റ കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഡാറ്റ? 10 VSD is equal to 9 MSD. എന്താണ്? 10 VSD is equal to 9 MSD. ഇത് ചിലപ്പോൾ ചോദ്യത്തിൽ 25 VSD is equal to 24 MSD, അല്ലെങ്കിൽ 50 VSD is equal to 49 MSD എന്നുള്ള ഫോർമാറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് ദിസ്, N VSD is equal to N-1 MSD എന്നുള്ള ഫോർമാറ്റിൽ. ഇതാണ് നമുക്ക് നോർമലി പഠിക്കാനുള്ള സ്കെയിൽ. ഇവിടെ VSDയുടെ വാല്യൂ ഒന്ന് കൂടുതലാവാം, ഒന്ന് ഇപ്പുറത്തൊന്ന് കുറവായിരിക്കും എന്നുള്ള ഫോർമാറ്റിൽ. N VSD is equal to N-1 MSD എന്നുള്ള ഫോർമാറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കും? അതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ? 10 VSD is equal to 9 MSD ആണ്. നമുക്കറിയുന്ന ഡാറ്റ എന്താ? ഒരു MSD എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 മില്ലിമീറ്റർ ആണ്. സോ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാവരും പറ, ഒരു MSD മൈനസ് ഒരു VSD ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്തറിയാം? 10 VSD 9 MSD ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? ഒരു VSD എന്ന് പറഞ്ഞാൽ ഈ 10 ഇക്വേഷന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? ഡിവൈഡഡ് ബൈ 10 ആവും. സോ നമുക്കിവിടെ 9 ഡിവൈഡ് ബൈ 10 MSD എന്ന് വരില്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 9 ബൈ 10? 9 ബൈ 10 എന്ന് പറഞ്ഞാൽ 0.9 MSD അല്ലേ? സോ ഒരു VSD എന്ന് പറഞ്ഞാൽ 0.9 MSD എന്നുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടെ?
ഇങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഒരു വി എസ് ഡി എന്ന് പറഞ്ഞാൽ 0.9 MSD എന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ നമുക്കിവിടെ കൊണ്ട് എന്ത് ചെയ്താം? ഒരു MSD മൈനസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 VSD? ഇറ്റ് ഈസ് 0.9 MSD ആണ്. ഒരു MSDയിൽ നിന്ന് 0.9 MSD കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുടാ? 0.1 MSD കിട്ടും. നമ്മോട് ക്വസ്റ്റിൽ പറയുന്നുണ്ട് 0.1 MSD എന്ന് പറഞ്ഞാൽ എന്താ? 0.1 ഇൻറ്റു ഒരു MSD ആണ്. ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഒരു MSD എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അപ്പം 0.1 ഇൻറ്റു ഒരു MSDയുടെ വാല്യൂ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 0.1 മില്ലിമീറ്റർ എന്ന് കിട്ടും. അതുമാത്രമല്ല, ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ മില്ലിമീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലാക്കാൻ ഇൻറ്റു 10 ചെയ്യുകയാണെങ്കിൽ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ ബൈ 10 ചെയ്യണം. അപ്പോൾ 0.1 ഡിവൈഡ് ബൈ 10 ചെയ്താൽ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലേക്ക് കിട്ടും. 0.01 സെൻറ്റിമീറ്റർ ഇസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് വെർനിയർ കാലിപ്പർ. ദിസ് ഈസ് ദ മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്താണത്? 0.1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് NVSD is equal to n-1 MSD എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ടിന്റെ കോമൺ ഇക്വേഷൻ എന്താ? 1 MSD മൈനസ് 1 VSD. അവിടെ നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഐഡിയയും കൂടി പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ ചെയ്ത സെയിം ചോദ്യമല്ലേ? ചോദ്യം എന്തായിരുന്നു? 10 VSD is equal to 9 MSD. അതായത് NVSD is equal to n-1 MSD എന്നുള്ള ഫോർമാറ്റ്. NVSD is equal to n-1 MSD എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്യാം? ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD മൈനസ് 1 VSD അല്ലേ? നമ്മൾ പഠിച്ച പ്രകാരം VSDക്ക് എന്ത് ചെയ്താം? ഒരു VSD എന്ന് പറയാൻ എന്ത് ചെയ്താം? n-1. ഈ n ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡ് ബൈ n MSD എന്ന് വരും. സോ ഈ ഡാറ്റ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ 1 MSD മൈനസ് n-1 ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം കേട്ടോ, ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം. അടുത്ത അപ്പോൾ n-1 ബൈ n MSD എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? MSD കോമൺ ആക്കി എടുക്കാം. MSD കോമൺ ആക്കി എടുക്കുമ്പോൾ ഇവിടെ 1 ഉണ്ടാവും. ഇവിടെ ബ്രാക്കറ്റിൽ n-1 ഡിവൈഡ് ബൈ n ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n മൈനസും മൈനസും ഇവിടെ +1 വരും. ഡിവൈഡ് ബൈ n MSD വരും. ആ n ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് 1 ബൈ n MSD എന്ന് വരും. അപ്പോൾ ഇത് അടുത്തൊരു ഇക്വേഷനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം, 1 MSD ഡിവൈഡ് ബൈ n. ലീസ്റ്റ് കൗണ്ടിന് നിങ്ങൾക്ക് വേറെയും ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക? NVSD n-1 MSDക്ക് ഈക്വൽ ആണെങ്കിൽ എന്താണ്? NVSD n-1 MSDക്ക് ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10 VSD is equal to 9 MSDക്ക് ഈക്വൽ ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് is equal to ഒരു MSD ഡിവൈഡ് ബൈ n-ന്റെ വാല്യൂ എന്താ? 10 ആണ്. VSDന്റെ മുന്നിലുള്ള ടൈമാണ് n. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നോക്കുക, ഒറ്റയടിക്കുക 10 VSD 9 MSDക്ക് ഈക്വൽ ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് is equal to ഒരു MSD ഡിവൈഡ് ബൈ n-ന്റെ വാല്യൂ എത്രയാ? 10. MSDയുടെ വാല്യൂ എത്രയാ? 1 മില്ലിമീറ്റർ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്തുകൂടെ? അപ്പോൾ ഈ റിസൾട്ട് എപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഈ കണ്ടീഷനുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്താ ഈ കണ്ടീഷൻ? NVSD is equal to n-1 MSD ആവുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD ബൈ n ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നോർമൽ ഇക്വേഷൻ എന്താ? ലീസ്റ്റ് കൗണ്ട് is equal to 1 MSD മൈനസ് 1 VSD. ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കൂ. ചോദ്യം എന്താ? ഇൻ എ വെർനിയർ കാലിപ്പർ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് x സെൻറ്റിമീറ്റർ. ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഒരു MSD എന്ന് പറഞ്ഞാൽ x സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞു. 1 MSD is equal to x സെൻറ്റിമീറ്റർ. ക്വസ്റ്റിൽ പറയുന്നുണ്ട് n ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് n-1 ഡിവിഷൻസ് ഓഫ് ദ മെയിൻ സ്കെയിൽ ആണ്. അതായത് NVSD is equal to n-1 MSD എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ടിന് നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഡയറക്റ്റ് ഉപയോഗിക്കാം? ലീസ്റ്റ് കൗണ്ട് is equal to ഒരു MSD ഡിവൈഡ് ബൈ n എന്ന് ഉപയോഗിക്കാം. ഇവിടെ ഒരു MSDയുടെ വാല്യൂ എത്രയാ? x ആണ്. സോ x സെൻറ്റിമീറ്റർ ബൈ n. സോ ലീസ്റ്റ് കൗണ്ട് വിൽ ബി x ഡിവൈഡ് ബൈ n എന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് ചെയ്തുകൂടെ? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എഴുതിക്കൂടെ? ആ പറഞ്ഞ പോയിന്റ് കിട്ടിയോ മക്കളെ? ആ പറഞ്ഞ പോയിന്റ് കയറിയോ? ഈ ഒരു ചോദ്യം നോക്കണേ. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് 1 മില്ലിമീറ്റർ ആൻഡ് 0.9 മില്ലിമീറ്റർ ഈസ് ദ 1 ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. മെയിൻ സ്കെയിലിലെ ഒരു MSDയുടെ വാല്യൂ, വെർനിയർ സ്കെയിലിലെ VSDയുടെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വെർനിയർ കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ വെർനിയർ കോൺസ്റ്റന്റ് എന്താണെന്ന്. മക്കളെ, ലീസ്റ്റ് കൗണ്ട് വിളിക്കുന്ന വേറൊരു പേരാണെന്ത്?
വെർനിയർ കോൺസ്റ്റന്റ്. അതായത് വെർനിയർ കാലിപ്പറിനെ ലീസ്റ്റ് കൗണ്ട് വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? വെർനിയർ കോൺസ്റ്റന്റ്. സോ വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു ഒരു MSD മൈനസ് ഒരു VSD ആണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. അതിൽ നിന്ന് 0.9 മില്ലിമീറ്റർ കുറച്ചാൽ വി ഗെറ്റ് 0.1 മില്ലിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഈ ഒരു ചോദ്യം നോക്കണേ. ഈ ഒരു ചോദ്യം കാണിക്കാൻ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. കാരണം എ വെർനിയർ കാലിപ്പർ ഹാസ് 1 മില്ലിമീറ്റർ മാർക്സ് ഓൺ ദ മെയിൻ സ്കെയിൽ. അപ്പോൾ മെയിൻ സ്കെയിലിലെ വെർനിയർ കാലിപ്പറിന്റെ 1 MSD വാല്യൂസ് ഗിവൺ. ക്വസ്റ്റ്യനിൽ പറയുന്നത് 20 ഈക്വൽ ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ വിച്ച് മാച്ചസ് 16 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എന്താണത്? 20 VSD is equal to 16 MSD ആണെന്ന് പറയുന്നുണ്ട്. ലീസ്റ്റ് കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ പോയിട്ട് ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ ഒരു MSD ഡിവൈഡ് ബൈ n ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ ഒരു MSD ഡിവൈഡ് ബൈ n ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. വൈ? അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ 20 VSD ആണെങ്കിൽ ഇവിടെ 19 MSD വരണമായിരുന്നു. ഒന്ന് n VSD is equal to n-1 MSD ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ സാർ എങ്ങനെ ചെയ്യും? നമുക്ക് നോർമൽ മെത്തേഡ് അറിയാലോ. വാട്ട് ഈസ് നോർമൽ മെത്തേഡ്? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു VSD എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടാ, 16 ഡിവൈഡ് ബൈ 20 MSD. 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 16ൽ 4 ടൈംസ്, 20ൽ 5 ടൈംസ്. സോ 4/5 MSD എന്ന് വരില്ലേ? സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒരു MSD മൈനസ് വാട്ട് ഈസ് 1 VSD 4/5 MSD. ക്രോസ് ചെയ്താൽ 5 മൈനസ് 4 ദാറ്റ് വിൽ ഗിവ് ഒരു MSD ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ഒരു MSD മൈനസ് 4/5 MSD. സോ 5 MSD മൈനസ് 4 MSD ഡിവൈഡ് ബൈ 5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ MSD കോമൺ ആക്കി എടുത്താൽ നിങ്ങൾക്ക് 1 MSD/5 കിട്ടും. ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഒരു MSD എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ ഡിവൈഡ് ബൈ 5. 1/5 എന്ന് പറഞ്ഞാൽ 0.2 മില്ലിമീറ്റർ അല്ലേ മക്കളെ? അതായത് 10 ഡിവൈഡ് ബൈ 5. 10 ഡിവൈഡ് ബൈ 5 എത്രയാ? 2 ആണ്. 1 ഡിവൈഡ് ബൈ 5 എത്രയാ? 0.2 ആണ്. സോ 1/5 0.2 മില്ലിമീറ്റർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് വരും. അപ്പോൾ എപ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് നന്നായിട്ട് വേണം. എപ്പോഴാണ് n VSD n-1 MSDക്ക് ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെ അല്ലാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യണം? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. ആ ഐഡിയ പറഞ്ഞ് പഠിച്ചുകൊണ്ട് നിങ്ങൾ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി വെക്കുക. സോ ഈ സെഷനിൽ നിങ്ങൾക്ക് ലീസ്റ്റ് കൗണ്ട് വെർനിയർ കാലിപ്പറിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ധാരണ എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, താങ്ക് യു. ബൈ.